ഗുഡ് ഈവനിങ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ സമയമായി. അപ്പൊ ഇന്ന് നമ്മള് വെക്റ്റർ സ്പേസിന്റെ വെക്റ്റർ സബ്സ്പേസ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെക്റ്റർ സബ്സ്പേസ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട്. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, നോട്ട് എ വെക്റ്റർ സ്പേസ് എന്നുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യനും നോട്ട് എ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതില് കുറെ പേര് നമുക്ക് തന്ന, അതായത് നോട്ട് എ വെക്റ്റർ സ്പേസ് എന്ന് പറയാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത റീസൺ തെറ്റായിരുന്നു. അപ്പൊ അത് ഇങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കെ ഓഫ് എ കമ ബി ഈക്വൽ ടു എ കമ ബി. അതിന്റെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് എ കമ ബി പ്ലസ് സി കമ ഡി ആണെങ്കിൽ അതിന് എ പ്ലസ് സിയും ബി പ്ലസ് ഡിയും. ഇങ്ങനെയാണ് വെക്റ്റർ അഡിഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇത് നോട്ട് എ വെക്റ്റർ സ്പേസ് ആണ്. ഇപ്പൊ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മള് സ്കെയിലറിലാണ് ഇവിടെ ഒരു ചേഞ്ച് വരുന്നത്. അപ്പൊ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷന്റെ കണ്ടീഷൻസ് നോക്കിയാല് ഫസ്റ്റ് കണ്ടീഷൻ ക്ലോസ്ഡ് ഓക്കെ വരും. പിന്നെ നമുക്ക് വരാം കെ ഇൻറ്റു എ കമ ബി പ്ലസ് സി കമ ഡി എടുത്തു കഴിഞ്ഞാല് ഇത് കെ ദിസ് പ്ലസ് കെ സി കമ ഡി. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആദ്യം ഈ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. അപ്പൊ നമുക്കിത് എ പ്ലസ് സിയും പിന്നെ അതുപോലെ ബി പ്ലസ് ഡിയും വരും. അതിന്റെ കൂടെ കെ ചെയ്യണം. കെ ചെയ്താല് എപ്പോഴും നമുക്ക് അതിന് ഇഫക്റ്റ് വരുന്നില്ല, അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പൊ അതിന് ബി പ്ലസ് ഡി എന്നാണ് കിട്ടുക. ഇവിടെ ആണെങ്കിലും അതേപോലെ തന്നെ കെ മൾട്ടിപ്ലൈ ചെയ്താലും ഇഫക്റ്റ് വരുന്നില്ല. അപ്പൊ എ കമ ബിയും ഇവിടെ സി കമ ഡിയും ആയിരിക്കും. ഇത് തരുന്നത് എ പ്ലസ് സിയും ബി പ്ലസ് ഡിയും തന്നെയാണ്. അപ്പൊ ഇവിടെ ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഈ കണ്ടീഷനും ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാണ്. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് രണ്ട് സ്കെയിലർ എടുത്തു, K1 പ്ലസ് K2, എന്നിട്ട് അതിന്റെ കൂടെ എ കമ ബി ചെയ്തു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് K1 എ കമ ബിയും പ്ലസ് K2 എ കമ ബിയും ഇത് രണ്ടും സെയിം ആയിട്ട് വരും. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാല് K1 പ്ലസ് K2 ഇത് ഫീൽഡ് ആയതുകൊണ്ട് K1 പ്ലസ് K2 എന്ന് പറയുന്നത് വേറൊരു കെന് തരും. അത് ഓഫ് എ കമ ബി എന്ന് പറഞ്ഞാല് എ കമ ബിനെ വരാം. ഇത് ഡിഫൈൻ ചെയ്തത് അനുസരിച്ച്. ഇനി ഇവിടെ ആണെങ്കിൽ ഇതനുസരിച്ചിട്ട് ഒരു എ കമ ബി വരും, ഇതനുസരിച്ചിട്ട് ഒരു എ കമ ബി വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2a, 2b. അപ്പൊ ഇവിടെ ഇത് രണ്ടും സെയിം അല്ല. അപ്പൊ ഈ കണ്ടീഷനാണ് അവിടെ വയലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു വെക്റ്റർ സ്പേസ് അല്ല. അപ്പൊ ഞാൻ ഈ ലൈവ് ക്ലാസ്സിന് തൊട്ട് മുന്നേ വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ആരും ഇതുവരെ അയച്ചിട്ടില്ലാന്ന്. പിന്നെ ഞാൻ കുറെയൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഹോംവർക്കിന്റെ എഴുതിയിട്ട് അയക്കുമ്പോൾ കുറച്ച് ചെറുതാക്കി എഴുതി മാക്സിമം 1-2 പേജിൽ വരണ പോലെ നോക്കാം. ചിലവര് അയക്കുമ്പോൾ 7-8 പേജ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പേജ് ഡൗൺലോഡ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഒക്കെ ഏകദേശം ഫുള്ളോ. അപ്പൊ അത് കാരണം നിങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് അറിയുന്ന കുട്ടികളത് ഫോളോ ചെയ്യേണ്ട, അവർക്ക് മനസ്സിലാവുണ്ടോ ഇല്ലേന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് അയക്കണം, പക്ഷെ അയക്കുമ്പോൾ അത് കുറച്ച് ചെറുതാക്കിയിട്ട് പേജിന്റെ എണ്ണം കുറച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വയ്ക്കും. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കുറെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹായ്. അപ്പൊ ഈ ഇന്ന് കാലത്ത് പറ്റും നമ്മുടെ D1-ത്തെ തസ്ലീമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുടെ അടുത്ത് ഇതിന്റെ അഭിപ്രായം ചോദിച്ചപ്പോ നമ്മുടെ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് നല്ല ഇഫക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു.
ശരിക്കും നമ്മുടെ ക്ലാസ്സിലുള്ള ഫീലിംഗ് തന്നെയാണ്. പക്ഷെ ഒരു ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് മിസ് എപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ പ്രെയർ ചെയ്തിട്ടല്ലേ തുടങ്ങാറ്. അത് മാത്രം ഞങ്ങൾ ഇവിടെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഇപ്പോഴായാലും കോളേജിലായാലും ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് പ്രെയർ ചെയ്യും. ഇവിടെ ഇപ്പൊ ഈ ലൈവ് ക്ലാസ്സിന് മുമ്പും നമ്മൾ അത് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ കാരണം ഇന്നത്തെ ക്ലാസ് ആയ വെക്റ്റർ സബ്സ്പേസ് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് കണ്ണടച്ച് ഒരു 2 മിനിറ്റ് ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കുറെ പേര് ഗുഡ് ഈവനിങ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെക്ടറിന്റെ സബ്സ്പേസസ് ആണ്. വെക്ടറിന്റെ സബ്സ്പേസസ്. അപ്പോ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു വി എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. വെക്ടേഴ്സിന്റെ തമ്മിലുള്ള ഓപ്പറേഷൻസിനെയാണ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. ഫീൽഡിന്റെ എലമെന്റ്സും വെക്ടറിന്റെ എലമെന്റ്സും കൂടിയിട്ടുള്ള ഓപ്പറേഷനെയാണ് നമ്മൾ സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ബുക്കില് ഫീൽഡ് റിയൽ നമ്പേഴ്സ് ആണ്. പിന്നെ ഫീൽഡിനെ കുറിച്ച് നമ്മൾ അധികം പഠിക്കുന്നില്ല, നമ്മൾ കോംപ്ലിമെന്ററി ആയതുകൊണ്ട് ഫീൽഡിനെ കുറിച്ച് അധികം പഠിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഫീൽഡ് എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. അപ്പൊ വി ഓവർ ആറിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് വി ഈസ് എ വെക്ടർ സ്പേസ് എന്ന് പറയുള്ളൂ. ഓവർ എ ഫീൽഡ് ഏതാന്ന് പറയുന്നില്ല. ഡെഫിനറ്റ് ആയിട്ടും ഇത് ഓവർ ദ ഫീൽഡ് ആറാണ്. ഇനി അപ്പൊ ഇങ്ങനെ വെക്ടർ സ്പേസ് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോ തന്നെ അതിന് നമുക്കൊരു 10 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതായത് അഡിഷനില് വെക്ടർ അഡിഷനില് കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതേപോലെ സ്കേലർ മൾട്ടിപ്ലിക്കേഷനില് കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ റൂൾസ് കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ സെറ്റിന് ഈ ഓപ്പറേഷൻസിന്റെ കൂടെ ചേർത്തി അതിന് നമ്മളൊരു വെക്ടർ സ്പേസ് എന്ന് പറയും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഇത് വെക്ടർ സബ്സ്പേസ് എന്താണ്. അപ്പൊ നമുക്ക് സെറ്റ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് എന്ന് പറയുന്നതും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഒരു സെറ്റ് 1 to 100 ആണ് ഉള്ളതെന്ന് വെച്ചാല് അതിന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാല് 1 to 50 പറയാം, 1 to 10 പറയാം, 1 പറയാം, 2 പറയാം. അങ്ങനെ ഈ വലിയ സെറ്റിന്റെ താഴെ വരുന്ന സബ് കളക്ഷൻസിനെല്ലാം നമ്മൾ സബ്സെറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സബ് സ്പേസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ചെറിയൊരു ക്ലൂ ഉണ്ട്. ആ വലിയ പാരന്റ് സ്പേസിന്റെ വരുന്ന എന്തെങ്കിലും ഒന്നായിരിക്കണം ഈ വെക്ടർ സബ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഈ പേര് ഡിനോട്ട് ചെയ്യുന്നതും ഇതിന്റെ കാര്യം മീൻസ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ സബ് സ്പേസ് എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ വി എന്നുള്ള വെക്ടറിന്റെ സെറ്റ്, ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഫീൽഡ്. ഇതിവിടെ നമുക്ക് ആറാണ്. ഇനി ഈ വെക്ടേഴ്സ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് സെറ്റ് ഓഫ് എലിമെന്റ്സ് ആണ്, പേര് വെക്ടേഴ്സിനെ സെറ്റ് ഓഫ് എലിമെന്റ്സ്. ഇതിന്റെ ഒരു സബ്സെറ്റ് ഇതാണ്. ഇപ്പൊ വി എങ്കിൽ ഇതിന്റെ സബ്സെറ്റിനെയാണ് നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്നത്. വിന്റെ സബ്സെറ്റ് ആണ് ഡബ്ല്യു. ഇനി ഈ ഡബ്ല്യു ഇവിടെ എങ്ങനെയാണ് സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് എലിമെന്റ്സ് ഫീൽഡിന്ന് എടുക്കണേ, അതേ ഫീൽഡ് തന്നെയാണ് ഇവിടേക്കും യൂസ് ചെയ്യുക. സെയിം ഫീൽഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഇതില് വി വെക്ടർ സ്പേസ് ആവാൻ 10 കണ്ടീഷൻ ഇല്ലേ, അത്രയും കണ്ടീഷൻ അതിന്റെ ഒരു സബ്സെറ്റ് ആയ ഡബ്ല്യു സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ഡബ്ല്യുവിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ സബ്സ്പേസ് എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തേത് വെക്ടർ സ്പേസ് ആയിരിക്കണം.
അതിന്റെ ഒരു സബ്സെറ്റ് എടുക്കണം. അതിന്റെ സബ്സെറ്റ് ഈ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതും ഈ 10 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം ഈ W എന്ന് പറയുന്നത് വെക്റ്റർ സബ്സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഒരു അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് W is a subset. എങ്ങനത്തെ സബ്സെറ്റ് ആയിരിക്കണം എന്ന് ചോദിച്ചാല് നോൺ എംപ്റ്റി ആയിട്ടുള്ള സബ്സെറ്റ്. W എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി ആയിട്ടുള്ള സബ്സെറ്റ്. ആരുടെ സബ്സെറ്റ്? വിന്റെ സബ്സെറ്റ് വിച്ച് ഇസ് ഈ W ഇസ് എ വെക്റ്റർ സ്പേസ് ആണ്. W എന്ന് പറയുന്നത് തന്നെ വെക്റ്റർ സ്പേസ് ആയിരിക്കണം ഓവർ ഫീൽഡ്. ഏത് ഫീൽഡാണ് ഇവിടെ? അതേ ഫീൽഡ് തന്നെയാണ് ഇവിടെ. പക്ഷെ നമുക്ക് R തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടും സെയിം. അപ്പൊ ഈ W നോൺ എംപ്റ്റിയും അത് എല്ലാ കണ്ടീഷനും ആ പറയുന്ന വെക്റ്റർ അഡിഷനും അതേപോലെ തന്നെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ഇതെല്ലാം W-ത്തെ എലിമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ W-നെ നമുക്ക് വെക്റ്റർ സബ്സ്പേസ് എന്ന് വിളിക്കാം. ഇങ്ങനെയാണെങ്കിൽ W-നെയാണ് നമ്മൾ വെക്റ്റർ സബ്സ്പേസ് എന്ന് പറയും. ഓക്കെ, വെക്റ്റർ സബ്സ്പേസ്. അപ്പോ നമുക്കറിയാം വെക്റ്റർ സ്പേസ് കാണാൻ തന്നെ ഒരു 10 പ്രോപ്പർട്ടി അല്ലെങ്കിൽ 10 കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇനി വെക്റ്ററിന്റെ സബ്സ്പേസ് ആവാനായിട്ട് ഈ W-നും ഇത്രയും 10 ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പാരന്റ് വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഈ W സബ്സ്പേസിന് അതിന്റെ ഈ 10 കണ്ടീഷൻസ് വിൻഡോ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് 2 പോയിന്റില് ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? W എന്ന് പറയുന്നത് വിന്റെ വെക്റ്റർ സബ്സ്പേസ് ആവണമെങ്കിൽ നമുക്ക് ഈ 2 കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെക്റ്റർ സ്പേസിന് വേണ്ടിയിട്ടുള്ള ആ 10 കണ്ടീഷന് പകരം എന്നല്ല, ഇതിന്റെ എല്ലാത്തിന്റെയും കോമ്പിനേഷൻ ഈ 2 ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബാക്കി 10 ആവും. എന്താന്ന് വെച്ചാൽ അതിന്റെ പാരന്റ് എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ആ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള 2 പോയിന്റ്സ്? ഇത് 2 മാത്രം ചെക്ക് ചെയ്താൽ മതി. പാരന്റ് വെക്റ്റർ സ്പേസ് ആണെങ്കിൽ ഈ W-ന് ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ W-ന് നമുക്ക് വെക്റ്റർ സബ്സ്പേസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ആ 2 കണ്ടീഷൻ? അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഈ W നോൺ എംപ്റ്റി സെറ്റ് ആണ്. അപ്പൊ അതിൽ 0 വെക്റ്റർ ഉണ്ടാവണം. 0 വെക്റ്റർ എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ W-ല് 2 എലിമെന്റ്സ് എടുത്തു, എന്നും ബിന്നും എടുത്തു. ഇവര് രണ്ടാളും W-ത്തെ എലിമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ A പ്ലസ് ബി എന്ന് പറയുന്നത് W-ല് തന്നെ ഉണ്ടാകണം. ഈ കണ്ടീഷൻ നമുക്ക് പരിചയമുള്ളതാണ്. ഇത് നമ്മള് എയും ബിയും വിയിലെടുത്താലേ A പ്ലസ് ബി എന്ന് പറയുന്നത് ബിയിൽ ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ്ഡ് പ്രോപ്പർട്ടി ആണ്, ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. ആ കണ്ടീഷൻ തന്നെ W-ക്ക് വേണം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിപ്പോ 1 എന്ന് പറയുന്നെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്ന ഇനിയൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മള് W-ല് ഒരു എലിമെന്റ് എടുത്തു A എന്ന് പറയുന്നത്, അതുപോലെ നമുക്ക് ഫീൽഡില് ഒരു എലിമെന്റ് K എന്ന് പറഞ്ഞു എടുത്താല് ഈ ആളുടെ പ്രോഡക്റ്റ് AF എന്ന് പറയുന്നത് AK എന്ന് പറയുന്നത് W-ല് ഉണ്ടാവും. ഇത് നമ്മള് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനില് ക്ലോസ്ഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്, മീൻസ് കണ്ടീഷനാണ്. അപ്പോ ഇത് 2 ഉണ്ടായാൽ മതി W എന്ന് പറയുന്നതിന് നമുക്ക് സബ്സ്പേസ് ഓഫ് ദ വെക്റ്റർ സ്പേസ് വി എന്ന് പറയാൻ പറ്റും. വെക്റ്റർ സബ്സ്പേസ്. ഓക്കെ, അപ്പൊ എന്ത് കണ്ടീഷൻ? 0 വെക്റ്റർ ഉണ്ടാവണം. 2 എലിമെന്റ് W-ൽ ഉണ്ടെങ്കിൽ അതിന്റെ സം W-ൽ ഉണ്ടാവണം. ഒരു എലിമെന്റ് W-ലും ഒരു എലിമെന്റ് K എടുത്താലേ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് W-ൽ ഉണ്ടാവണം. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇവരെ വെക്റ്ററിന്റെ സബ്സ്പേസ് എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇന്ന്
നമ്മൾ ഇന്നലെ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഏറ്റവും ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈൻ എടുത്തു, ഇതിലത്തെ എല്ലാ പോയിന്റ്സിനെയും എടുത്തു. ഇതിനെയാണ് നമ്മൾ വി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് വി ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണെങ്കിൽ ആ വെക്ടർ എന്ന് പറയുന്നത് ഹോൾ റിയൽ ലൈനിലത്തെ എല്ലാ പോയിന്റ്സും. ഇവിടെ ഫീൽഡ് ഇത് നമ്മൾ എപ്പോഴും സ്പെസിഫൈ ചെയ്യേണ്ട, നിങ്ങളുടെ ബുക്കിൽ കണ്ടിട്ട് ത്രൂ ഔട്ട് ഇത് റിയൽ നമ്പർ അതായത് നമ്മൾ എടുക്കുന്ന സ്കെയിലേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സിന് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഇത് നമ്മൾ പ്രൂവ് ചെയ്തു ഇന്നലെ. ഈ പറയുന്ന വി എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. വെക്റ്റർ സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ നോക്കാണ് ഇതിന് സബ്സ്പേസ് ഉണ്ടെങ്കിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ ഇവിടെ പറയുന്ന W എന്ന് പറയുന്നത് നോൺ എംപ്റ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് എങ്കിലും ഉണ്ടാവണം. അപ്പൊ ഞാൻ W ഈക്വൽ ടു, ഇതിൽ ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതില് ഞാൻ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ആയിട്ട് എടുത്തു, നാച്ചുറൽ നമ്പേഴ്സ് ഫുൾ ആയിട്ട് എടുത്തു. ഇയാള് ഓട്ടോമാറ്റിക്കലി വിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി ഇയാൾക്ക് സബ്സ്പേസ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് നമ്മൾ വേഗം ആ രണ്ട് കണ്ടീഷൻസ് ആണ് ട്രൈ ചെയ്യേണ്ടത്. ഒന്നും സീറോ വെക്റ്റർ ഉണ്ടാവണം, പിന്നെ ഒരെണ്ണം സം ഉണ്ടാവണം, അതുപോലെ സ്കെയിലറിൽ ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ സീറോ ഇല്ല. അപ്പോ ഇവിടെ നമ്മൾ വേറെ ഓപ്പറേഷൻസ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്നത് യൂഷ്വൽ ആയിട്ടുള്ള അഡിഷനും അതുപോലെ സാധാരണ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ആണ്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സീറോ എന്ന് പറയുന്ന സീറോ വെക്റ്റർ ഇല്ല. അപ്പൊ തന്നെ ഇതിന് നമുക്ക് സബ്സ്പേസ് ആക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ കൂടെ സീറോ എന്നുള്ള ആളെ ചേർത്തി, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇട്ടു. അപ്പൊ എന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സീറോ ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഏത് രണ്ട് എലിമെന്റ് എടുത്തു കഴിഞ്ഞാലും അവരുടെ സം ഇതില് വേണം. അപ്പൊ ഇവിടെ ഞാൻ 1 ഉം 2 എടുത്തു. അപ്പൊ ഇവരുടെ സം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ അവരുണ്ട്. ഇനി വേറെ ഒരു 10ഉം വേറെ ഒരു 100ഉം എടുത്തു. അപ്പൊ അവരുടെ സം എന്ന് പറയുന്നത് 110, അതും അതിലുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ ഏത് രണ്ട് എലിമെന്റ് എടുത്തു കഴിഞ്ഞാലും അവരുടെ സം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇതിന്റെ എന്താ പറയാ, സ്കെയിലറിൽ ക്ലോസ്ഡ് ആണോ എന്ന് നോക്കണം. അപ്പൊ സ്കെയിലറിൽ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാല് ഇപ്പം ഈ ആറിലെ ഇഷ്ടംപോലെ എലിമെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ആറിൽ നിന്ന് ഞാനൊരു 5.2 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. അത് ഈ ഫീൽഡിന് എടുത്തതാണ് ആർ എന്ന് പറയുന്നത്. ഫീൽഡ് ആർ കേട്ടോ. അതുപോലെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു എലിമെന്റ് എടുത്തു 2 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഇവർ രണ്ടാളും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഒരു പോയിന്റിലത്തെ വാല്യൂ ആണ്. അത് ഉറപ്പായിട്ടും ഡബ്ല്യൂല് ഉണ്ടാവില്ല. ഇത് ഒരു റീസൺ ക്ലോസ്ഡ് അല്ല എന്ന് പറയാനായിട്ട്. ഇനി ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതുപോലെ വേറൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു -1 എന്ന് പറയുന്നത് ഫീൽഡിലത്തെ ഒരു എലിമെന്റ് തന്നെയാണ്. അപ്പൊ -1 ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാല് -2 എന്ന് വരും. -2 പക്ഷെ ഡബ്ല്യൂല് ഇല്ല. അപ്പോ ഇങ്ങനത്തെ എലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് പോരാ. അപ്പോ ഇതില് എങ്ങനെ വേണം എന്ന് വെച്ചാല് നമുക്ക് സമ്മും പ്രോഡക്റ്റും എല്ലാം കിട്ടണമെങ്കിൽ ഇപ്പൊ ഇതില് ഇപ്പോ -5 ഇങ്ങനെ പോയി, -5 -4 -3 -1 0 1 2 3 ഇങ്ങനെ പോകുമ്പോഴും ഇതിന് നമുക്ക് അഡിഷന് കുഴപ്പം വരുന്നില്ല. പക്ഷെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷന് ഇവിടെ നിന്ന് ഒരു പോയിന്റ് ഉള്ള ഒരാളെ എടുത്തിട്ട് ഇയാളുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വരില്ല.
അപ്പൊ നമുക്ക് സബ്സ്പേസ് ആവാനായിട്ട് ഇയാളുടെ കൂടെ ആരൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ആ ആളേനൊക്കെ നമ്മുടെ ഡബ്ല്യൂല് കയറ്റണം. അപ്പോ ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ഡബ്ല്യു എന്ന് പറയുന്നത് ഫുൾ ആർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിന് സബ്സ്പേസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ നമ്മൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ തന്നെ ഡബ്ല്യു ഇസ് സബ്സെറ്റ് ഓർ ഈക്വൽ ടു വി എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഡബ്ല്യു സബ്സെറ്റ് ഓഫ് വി എന്ന് പറഞ്ഞാല് ഉറപ്പായിട്ടും വിയിൽ നിന്ന് ഒരു എലിമെന്റ് എങ്കിലും ഡബ്ല്യൂല് കുറഞ്ഞുണ്ടാവണം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു എലിമെന്റ് കുറഞ്ഞു കഴിഞ്ഞാല് ഈ ഡബ്ല്യു ആർ പറഞ്ഞ സബ്സ്പേസിന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ ഇവിടെ ഡബ്ല്യു ഈക്വൽ ടു ആർ ആയിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ആ സബ്സ്പേസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോ ഒരെണ്ണം ഡബ്ല്യു ഈക്വൽ ടു ആർ ആവുമ്പോൾ അപ്പൊ ഇതിന് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെയായിട്ട് ഇത് സബ്സ്പേസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമ്മൾ ഇതിനെ പറയും പ്രോപ്പർ സബ്സ്പേസ് എന്ന് പറയും. പക്ഷെ ഇവിടെ പ്രോപ്പർ ആവാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത് ഈക്വൽ ടു ആണ്. അപ്പൊ ഇത് ജസ്റ്റ് സബ്സ്പേസ്. ഇനി പ്രോപ്പർ ആയിട്ട് വരണമെങ്കിലും ഇതിന് ഒരു ഓപ്ഷനേ ഉള്ളൂ, ഡബ്ല്യു എന്ന് പറയുന്നത് സെറ്റ് 0 എന്നുള്ളത് മാത്രം എടുക്കാം. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ 0 എലിമെന്റ് ഉണ്ട്. ഇനി ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ. അപ്പൊ 0 + 0 എത്ര 0 ചെയ്താലും 0 തന്നെ. ഇനി ആറിലത്തെ ഏതൊരു എലിമെന്റിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ആർ എന്ന് പറയുന്നത് മീൻസ് ആ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ അതെന്തായാലും ഡബ്ല്യു ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആരാണ് നമ്മുടെ വെക്റ്റർ സ്പേസ് ബി ആണെങ്കിൽ അതിനെ സബ്സ്പേസ് ആയിട്ട് വരാനായിട്ട് ഒന്നെന്ന് പറയുന്നത് ഈ സെറ്റ് 0 മാത്രം, പിന്നെ എന്ന് പറയുന്നത് ആർ ഹോൾ ആയിട്ട്. ഇതിന്റെ ഇടയിൽ വേറെ ഒന്നും നമുക്ക് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രമേ 0, അല്ലെങ്കിൽ പിന്നെ ഇത് സെയിം സെറ്റ്. ഇവരല്ലാതെ വേറെ ഒരാളെയും നമുക്ക് ഈ ആറിനെ സബ്സ്പേസസ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഇനിയിപ്പോ ഞാൻ വേറൊരാളെ തരാം. ഇപ്പോ വേറൊരാളെന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാന് R2 ഇന്നലെ പറഞ്ഞ വെക്റ്റർ സ്പേസിലെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് V = R ആയിരുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് V = R × R ആണ്, മീൻസ് R2. അപ്പൊ ഇവിടെ R2 എടുത്തു കഴിഞ്ഞാല് R2ന്റെ സബ്സ്പേസസ് ആരൊക്കെയാണ് വരുന്നത്? അപ്പൊ R2 എന്ന് പറയുന്നത് ഇതിൽ എല്ലാം ഉണ്ട്, എല്ലാ പോയിന്റ്സും ഉണ്ട്, ത്രൂ ഔട്ട് ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് ഡബ്ല്യു എന്ന് എടുത്തു കഴിഞ്ഞാല് ഒന്ന് ഓബിയസ്ലി ഇപ്പൊ നമ്മള് ഫസ്റ്റില് നമ്മൾ പറഞ്ഞ പോലെ 0 വെക്റ്റർ മാത്രം. അപ്പൊ ഇവിടെ അതുപോലെ നമുക്ക് 0 0 എന്ന് പറഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ R മാത്രം എടുക്കാം. R മാത്രം എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ W = R എന്ന് എടുത്തു കഴിഞ്ഞാല് ഏത് രണ്ട് എലിമെന്റ് എടുത്താലും ആഡ് ചെയ്യുമ്പോൾ അതിൽ തന്നെ വരും. ഇനി ആറിലത്തെ ഒരു എലിമെന്റും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ആറിൽ തന്നെ വരും. അപ്പോ ഇതെന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണ്, വെക്റ്റർ സബ്സ്പേസ് ആണ്. ഇനി ഇത് മാത്രമാണോ? അല്ല. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു എന്ന് വെക്കും. ഈ ലൈനില് കണ്ട വശം നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇതില് 0 വെക്റ്റർ എന്ന് പറയുന്നത് ഇല്ല. 0 0 വെക്റ്റർ പറയും യൂഷ്വൽ അഡിഷനിൽ കേട്ടോ. അപ്പൊ ഇവിടെ 0 0 എന്നുള്ള ഇത് ക്രോസ് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാല് അയാൾ എന്തായാലും നമുക്ക് സബ്സ്പേസസ് ആവില്ല. പക്ഷെ ഈ 0ന്റെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാലോ അപ്പൊ നോക്കുമ്പോ ഇതിന്റെ ഉള്ളിലത്തെ ഏത് എലിമെന്റ് എടുത്താലും ആഡ് ചെയ്താൽ ഇതേ ലൈനിൽ തന്നെ പോവുള്ളൂ. ഇനി അവിടെ ആറിൽ നിന്ന് ഒരു മൾട്ടിപ്ലൈ ചെയ്താലും ഇതേ ലൈനിലേ പോവുള്ളൂ. അപ്പൊ ഈ ലൈൻ, അതായത് ലൈൻ which passes through origin ആണെങ്കിൽ അവരെല്ലാം സബ്സ്പേസ് ആണ്.
അപ്പൊ എത്ര സബ്സ്പേസസ് ഉണ്ടാവും? ഇത് നിങ്ങൾ നോക്കിയാൽ ഇതിനെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ആയിട്ട് വെക്കുക, ഓറിജിൻ കൂടെ പാസ് ചെയ്യുന്ന പോലെ. അപ്പൊ ഇതിന് നമ്മൾ ഇങ്ങനെ പിടിച്ച് മാറ്റി കഴിഞ്ഞാല് നമുക്ക് റിയൽ ലൈൻ കിട്ടും. പിന്നെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഈ ലൈൻ കിട്ടും. അപ്പൊ ഇത്രയും ഇത് ഒരു സബ്സ്പേസ് ആണ്, ഇതൊരു സബ്സ്പേസ് ആണ്, ഇതൊരു സബ്സ്പേസ് ആണ്, ഇതൊരു സബ്സ്പേസ് ആണ്. ഇഷ്ടം പോലെ സബ്സ്പേസസ് ഉണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ എന്താണ്? പാസസ് ത്രൂ ദ ഒറിജിൻ. പിന്നെ ലാസ്റ്റ് വരെ R2 തന്നെ. അപ്പോ R ഇതിലെ ആണെങ്കിൽ R2 ആണെങ്കിൽ ഒറിജിൻ വരും, R വരും. R പോലെ തന്നെ R ഇതിന്റെ ഒരു കേസാണ്, ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ. പിന്നെ R2 ഇവരെല്ലാവരും സബ്സ്പേസ് ആയിട്ട് വരും. ഓക്കെ, ഇനി അപ്പൊ ഇപ്പൊ സബ്സ്പേസ് എന്താ എന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പൊ സബ്സ്പേസ് ആവണമെങ്കിൽ ആദ്യം അത് നോൺ എംപ്റ്റി ആയിരിക്കണം, അതിൽ സീറോ വെക്ടർ ഉണ്ടാവണം, പിന്നെ അഡിഷനിലും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനിലും അയാള് ക്ലോസ്ഡ് ആയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് സബ്സ്പേസിന്റെ ഭാഗത്തെ പ്രോബ്ലംസ് നോക്കാം. അപ്പോ പേജ് നമ്പർ പേജ് നമ്പർ 232 നോക്കിക്കഴിഞ്ഞാല് അതിലെ പ്രോബ്ലം നമ്പർ 3 നോക്കിയാൽ R5 എന്ന് പറഞ്ഞാല് 5 ടപ്പിൾ എന്നാണ് അതിന് പറയാം. അവിടെ x1, x2, x3, x4, x5 ഉണ്ട്. അവിടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാല് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 0 ആയിട്ട് വരും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന x1, x2, x3, x4, x5 മാത്രമേ എസിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ എസിലെ എല്ലാ എലിമെന്റ്സും ഇല്ല. എങ്ങനത്തെ എലിമെന്റ്സ് മാത്രമേ ഉള്ളൂ? നമ്മള് അവരെ A1, A2 അങ്ങനെ സ്കെയിലേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അങ്ങനത്തെ ഉള്ള ആൾക്കാർ മാത്രമേ നമുക്ക് ഈ എസിന്റെ ഉള്ളിലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇയാള് സബ്സ്പേസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ x1, x2, x3, x4, x5 എഴുതി. അപ്പൊ കണ്ടീഷൻ ഉണ്ട് A1, x1, A2, x2, A3, x3, അങ്ങനെ A5, x5 ഈക്വൽ ടു 0 ആണ്. ഇനി ഫോർ സം ഫിക്സഡ് സ്കെയിലേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സം ആണെങ്കിൽ x പ്ലസ് വൈ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ആ കോർഡിനേറ്റ്സ് മാത്രം ആഡ് ചെയ്യുക. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു എന്നുള്ളത് വരും, പിന്നെ ആ കണ്ടീഷൻ എന്നുള്ളത്. അപ്പൊ ഇതില് ഈ എലിമെന്റ്സ് എന്ന് പറയുന്നത് R5 x raised to x4 അങ്ങനെയാണ് കണ്ടീഷണൽ. അപ്പൊ അതിന് ആദ്യം തന്നെ നമുക്ക് 0 വെക്ടർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇയാളെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എസ് ആയിട്ട്, എസ് എന്ന് പറയുന്ന സെറ്റില് ഇതാണ് കണ്ടീഷൻ. അപ്പൊ ഇവര് ബേസിക്കലി v ഈക്വൽ ടു r⁵ താഴെയാണ് വരും. അപ്പൊ ഇതിലത്തെ എലമെന്റ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അവരെല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇതില് നമുക്ക് A1, A2, A5 എന്നെല്ലാം പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള എന്താ പറഞ്ഞിരിക്കുന്നത്, ഫിക്സഡ് സ്കെയിലേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സഡ് സ്കെയിലേഴ്സ്, അതായത് ഇപ്പൊ A1 ഞാൻ 1, x1, പിന്നെ 2, x2, 3, x3, 4, x4, 5, x5 ഇങ്ങനെ A1, A2, A3, A4, A5 ഇങ്ങനെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാല് എപ്പോഴും ഇത് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പൊ ഇതിന് ഞാൻ ട്രൈ ചെയ്തപ്പോ x1, x2 എല്ലാം R5 ആണ്. അപ്പോ എന്തായാലും
ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടാവും 1 2 3 4 5. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താല് 1 into 0 ചെയ്താൽ 0, 2 into 0 ചെയ്താൽ 0, 3 into 0, 4 into 0, 5 into 0 എല്ലാം 0 ആണ്. ആഡ് ചെയ്താലും 0 ആണ്. അപ്പൊ ഈ 0 വെക്ടർ എന്ന് പറയുന്നത് ആരിൽ ഉണ്ടാവും? എസ് എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കാം? ഇവരുടെ സമ്മും ഇവരുടെ സ്കെയിലർ മൾട്ടിപ്പിളും ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് എലിമെന്റ്സ് എടുത്തു കഴിഞ്ഞു. ഇവിടെ x1, x2, x3, x4, x5, അതേപോലെ തന്നെ y1, y2, y3, y4, y5. ഇവര് രണ്ടാളും എസിലത്തെ എലിമെന്റ്സ് ആണ്. എസിലത്തെ എലിമെന്റ്സ് ആയതുകൊണ്ട് ഇവർ രണ്ടാളും എസിലത്തെ എലിമെന്റ്സ് ആണ്. എസിലത്തെ എലിമെന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടാൾക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ 1 ഉം 2 ഉം 3 ഉം 4 ഉം 5 ഒക്കെ ഞാൻ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇട്ടതാണ്. ഒറിജിനലി A1, A2, A3, A4 ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇട്ടെന്ന് വെച്ചാല് A1 ഉം A2 ഉം A3, A4 എല്ലാം എന്താണ് ഡിഫൈൻ ചെയ്തത് അത് ത്രൂ ഔട്ട് സെയിം ആണ്. അത് വേരി ചെയ്യില്ല. അത് ഫിക്സഡ് ആയിട്ടുള്ള സ്കെയിലേഴ്സ് ആണ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ x1 ഇത് ഇങ്ങനെയാണെങ്കിൽ 2x2 3 ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് പ്ലസ് 4x4 അതുപോലെ 5x5 ഇത് 0 ആയിരിക്കും. ഇത് അതുപോലെ നിങ്ങൾ എഴുതിക്കൊള്ളും. ഇപ്പൊ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് x1 plus y1, x2 plus y2, x3 plus y3, x4 plus y4 അതുപോലെ x5 plus y5 എന്നുള്ള ടേം. അപ്പൊ ഇവര് 1 കൊണ്ടും ഇയാളെ 2 കൊണ്ടും ഇയാളെ 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും ചെയ്യുമ്പോൾ ഇവരുടെ സം എന്ന് പറയുന്നത് 0 വരണം. അപ്പൊ ഇതിന് നമ്മള് 1 into x1 plus y1 plus 2 into x2 plus y2 plus 3 into x3 plus y3 plus 4 into x4 plus y4 plus 5 into x5 plus y5 എടുത്തു കഴിഞ്ഞാല് ഇവരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവര് ബേസിക്കലി എസിലത്തെ എലിമെന്റ് ആയതുകൊണ്ട് ഇത് ഇത്രയും ചെയ്യുമ്പോൾ അവര് 0 ആവും. ഇത് രണ്ട് ഭാഗമായിട്ട് മാറും. എക്സിന്റെ ഒരെണ്ണം വൈൻ്റെ ഒരെണ്ണം രണ്ടിന്റെയും സം 0 ആണ്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വന്നത്? രണ്ട് എലമെന്റ് എസിലത്തെ എടുത്തു കഴിഞ്ഞാല് അവരുടെ സം എന്ന് പറയുന്നതും എസിൽ തന്നെയാണ് ഉണ്ടാവുക. ഇനി അടുത്തത് നമ്മൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നോക്കണം. ഇപ്പൊ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാനായിട്ട് ഒരു എലിമെന്റ് എടുത്തു. അയ്യോ കറണ്ട് പോയി. കറണ്ട് വന്നാലേ നമുക്ക് ക്ലാസ് തുടരാൻ പറ്റുള്ളൂ. വെരി സോറി. അല്ലെങ്കിൽ നമ്മൾ പെൻഡ് ചെയ്യും.